السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد. വേദിയിലെ ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ, കോൺഗ്രസ് പ്രതിനിധി, KNM-ന്റെ വാടാനപ്പള്ളി ശാഖ സെക്രട്ടറി തുടങ്ങി ആദരണീയരായ നേതാക്കന്മാരെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ രാജ്യത്ത് നിന്ന് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യശില്പികൾ കൂടിയാലോചിച്ച് നമുക്ക് ഏതു രൂപത്തിലുള്ള ഭരണഘടന വേണമെന്ന ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാകണം എന്ന് തീരുമാനിച്ചതല്ല. മറിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇന്ത്യയല്ല. വിവിധ നാട്ടുരാജ്യങ്ങളായി, വിവിധ രാഷ്ട്രങ്ങളായി, പ്രവിശ്യകളായി, വ്യത്യസ്ത ഭരണകൂടങ്ങളുടെ കീഴിൽ നിലനിന്നിരുന്ന ഒരു ഭൂമികയെ മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ഭരണകാലഘട്ടത്തിൽ അതിനെ ഏകോപിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക കാലഘട്ട സങ്കല്പം രൂപപ്പെടുത്തപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ജനിക്കുമ്പോൾ തന്നെ ഈ രാജ്യം വ്യത്യസ്ത മതവിഭാഗങ്ങൾ, വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായ ഉപജാതികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാം വൈവിധ്യവും വൈരുദ്ധ്യവും നിറഞ്ഞ സമൂഹങ്ങളുടെ ഒരു സംഗമമായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യക്ക് ഏതു രൂപത്തിലുള്ള ഭരണ സംവിധാനമാണ് വേണ്ടത് എന്നതിനെപ്പറ്റി കാര്യമായ ഒരു ഡിസ്കഷൻ, ഡിബേറ്റ് നടക്കേണ്ട ആവശ്യമുണ്ടായില്ല. മറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മതവിശ്വാസികളെ, വിവിധങ്ങളായ സാംസ്കാരികമായ പൈതൃകങ്ങളുടെ കീഴിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, വൈവിധ്യങ്ങൾ നിറഞ്ഞ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കണമെങ്കിൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രക്രമം സ്വീകരിക്കണമെന്നത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ, പൈതൃകത്തെ അറിയുന്ന നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കും രാഷ്ട്രനായകന്മാർക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അപസ്വരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മതവിശ്വാസികൾക്കിടയിൽ നിന്നും ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം ഇന്ത്യയുടെ മതനിരപേക്ഷ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ അവർ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങളും അതൃപ്തികളുമൊന്നും
ഇന്ത്യൻ ജനത വിലക്കെടുത്തിട്ടില്ല. മറിച്ച് ഇന്ത്യൻ ജനത ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സ്റ്റേറ്റായി ലോകത്തിന്റെ മുൻപിൽ ഈ രാജ്യം അന്തസ്സോടെ അതിന്റെ സാമൂഹിക ക്രമത്തെ, അതിന്റെ ഭരണകൂടക്രമങ്ങളെ ലോകത്തിന് കാണുവാൻ മാത്രം പാകത്തിൽ അത് പരിചയപ്പെടുത്തി. ഇന്ന് നമ്മൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം ഇന്ത്യയാണ്. ഏറ്റവും അധികം മനുഷ്യർ ജനാധിപത്യ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യൻ സെക്യുലറിസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പാശ്ചാത്യൻ സെക്യുലറിസം പോലെയല്ല. പാശ്ചാത്യൻ സെക്യുലറിസം വന്നത് എന്തിനാണ്? ഭരണത്തിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തിന്റെ ശല്യം അവസാനിപ്പിക്കുവാൻ വേണ്ടി പാശ്ചാത്യ ലോകത്ത് സെക്യുലറിസത്തെ സ്വീകരിച്ചപ്പോ ഇന്ത്യൻ ജനത, ഇന്ത്യയുടെ ഭരണാധികാരികൾ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ, ഇന്ത്യയുടെ രാഷ്ട്രനായകന്മാർ സെക്യുലറിസത്തെ നിർവചിച്ചത് മതനിഷ്പക്ഷത എന്നാണ്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അതാണ്, മതനിഷ്പക്ഷതയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ വിശദീകരിച്ചതുപോലെ ഒരു മതങ്ങളോടും പ്രത്യേകിച്ച് പക്ഷപാതിത്വമില്ലാതെ എല്ലാ മതങ്ങളോടും സമദൂര സിദ്ധാന്തം സ്വീകരിച്ചുകൊണ്ട്, എല്ലാ മതങ്ങളോടും ഒരുപോലെ ആദരവ് വെച്ച് പുലർത്തിക്കൊണ്ട്, സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകമായ അടുപ്പമോ അകൽച്ചയോ കാണിക്കാതെ നമ്മുടെ ഭരണകൂടത്തെ ക്രമീകരിക്കുക എന്നതാണ് ഇന്ത്യൻ സെക്യുലറിസം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായ ഡോക്ടർ രാധാകൃഷ്ണൻ വിശദീകരിച്ചത് ചരിത്രപ്രസിദ്ധമാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഇന്ത്യൻ ജനതയുടെ കൾച്ചറാണ്, ഇന്ത്യൻ ജനതയുടെ പൈതൃകമാണ്, ഇന്ത്യൻ ജനതയുടെ സംസ്കാരമാണ് മതനിരപേക്ഷത എന്നുള്ളത്. പക്ഷേ ഈ മതനിരപേക്ഷ സംസ്കാരത്തെ സ്വാഭാവികമായും ബഹുമത സമൂഹത്തിൽ വിവിധ മതങ്ങളും വിവിധ ജാതികളും വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും വിവിധ ഉപജാതികളും ഒക്കെയായി നിലകൊള്ളുന്ന ഒരു സാമൂഹിക ക്രമത്തെ അലങ്കോലപ്പെടുത്തുവാൻ സുഖമാണ്. ആ സാമൂഹിക ക്രമത്തെ അട്ടിമറിക്കുവാൻ കുറെ കൂടി എളുപ്പമാണ്. ആ ബഹുസ്വരതയെ, അതിനെ എതിർക്കുന്ന, ആ ബഹുസ്വരതയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ചിന്തകളും അതിനെ ഭിന്നിപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തത്വങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുക എന്നത് എന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ വിഭജന രാഷ്ട്രീയത്തിന്റെ ആളുകൾ പയറ്റിയിട്ടുള്ള തന്ത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായ വർഗീയ കലാപങ്ങളിലൂടെ ഹിന്ദു മുസ്ലിം വിഭജനം നടത്തിയത് ബ്രിട്ടീഷുകാരാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാ ബ്രിട്ടീഷുകാരത് ചെയ്തത്? കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോവുകയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെയാണ് സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കളും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും ഈ രാജ്യത്തെ മറ്റു മതവിഭാഗങ്ങളും സാഹോദര്യ ബന്ധത്തോടുകൂടി തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഏർപ്പെടുമ്പോ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റുന്ന കാര്യമല്ല. ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കണം. അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദു മുസ്ലിം വർഗീയ ലഹളകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ നടന്നു. ഇന്ത്യയിൽ വ്യാപകമായ വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള കലഹങ്ങളും വ്യാപകമായിട്ടുള്ള ലഹളകളും ഉണ്ടായി. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ധ്രുവീകരണം നടന്നു. രണ്ട് മതവിഭാഗങ്ങളും രണ്ട് ചേരികളിലായി പരസ്പരം കലഹിക്കുവാനും പരസ്പരം കൊന്നൊടുക്കുവാനും അവർ രണ്ട് ചേരിയിലേക്ക് തിരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ അവന്റെ ഭരണക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. മഹാത്മാഗാന്ധിയെ പോലെ ഒരു മഹാവ്യക്തിത്വം ഇന്ത്യയിൽ ഉണ്ടായത് കൊണ്ടാണ് ആ വിടവുകൾ പരമാവധി
ആ പരമാവധി ചേർത്തുകൊണ്ട് സമന്വയത്തിന്റെയും ഐക്യത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും സാമൂഹിക ക്രമത്തിൽ ഇന്ത്യൻ ജനതയെ ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തെ പോലെ ഒരാളുണ്ടായത് ഇന്ത്യൻ ജനതയുടെ ഭാഗ്യമാണ്. ഇന്ത്യൻ ജനതയുടെ ഭാഗ്യമാണ്. അതിനുശേഷം നമുക്കറിയാം ഗാന്ധി വധത്തിന്റെ കാരണം പോലും ഗോഡ്സെ വിശദീകരിച്ചത് കോടതികളിൽ ഗോഡ്സെയുടെ നീണ്ടുനിന്ന പ്രഭാഷണങ്ങൾ നമുക്കറിയാം. എന്തിനാണ് മഹാത്മാഗാന്ധിയെ അദ്ദേഹം വെടിവെച്ച് വീഴ്ത്തിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സ്വരാജിലൂടെ, ഹിന്ദു മുസ്ലിം ഐക്യമെന്ന സ്വരാജിലൂടെ ഹിന്ദു ജനതയുടെ വീര്യത്തെ കെടുത്തുകയും അവർക്കിടയിൽ അഹിംസ എന്ന പേരിൽ കലാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്താഗതികൾ വളർത്തിക്കൊണ്ട് ഹിന്ദു ജനതയുടെ വീര്യം കെടുത്തി ഗാന്ധി എന്ന കുറ്റമാണ് ഗോഡ്സെ പോലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് പരിശ്രമിച്ചത് ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ഒന്നായി ഒരുമിച്ച് ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാക്കണമെന്ന അതിസുന്ദരമായ മാനവികതയുടെ മന്ത്രമായിരുന്നു ഗാന്ധിക്ക് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കറിയാമല്ലോ, അടുത്ത ദിവസമാണ് കേരളത്തിന്റെ MP പാർലമെന്റിൽ വെച്ച് പ്രസംഗിച്ചത്. പ്രസിദ്ധമായി നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു, രാമൻ നിങ്ങളുടേത് മാത്രമല്ല, രാമൻ ഞങ്ങളുടേതും കൂടിയാണ്. പക്ഷെ ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ റാം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ റാമാണ്, നിങ്ങളുടെ റാം നാഥുറാമാണ് എന്ന് BJP-ക്കാരുടെ നേർക്ക് കേരളത്തിന്റെ പ്രതിനിധിയായി കൊണ്ട് കടന്നു ചെന്ന MP സംസാരിച്ചത് അടുത്ത ദിവസങ്ങളിലാണ്. മഹാത്മാഗാന്ധിയുടെ റാമിലേക്കാണ് വരേണ്ടത്. മഹാത്മാഗാന്ധി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാമനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മര്യാദ രാമൻ എന്ന ഒരു രാമനെ. ആ രാമന്റെ സങ്കല്പങ്ങൾ, ആ രാമന്റെ സാമൂഹികമായിട്ടുള്ള സങ്കല്പങ്ങൾ ഈ രാജ്യത്ത് മഹാത്മാഗാന്ധി പറഞ്ഞു. പക്ഷേ ആ സങ്കല്പങ്ങളിൽ ഒന്നുണ്ടായിരുന്നു. ആ സങ്കല്പങ്ങളിൽ മുസ്ലിം എന്നത് തങ്ങളുടെ സഹോദരനാണ് എന്നൊരു ഹിന്ദുവിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരും. ആ സങ്കല്പങ്ങളിൽ ക്രൈസ്തവൻ എന്നത് തന്റെ സഹോദരനാണ് എന്ന ബോധമുണ്ടാകും. ആ സങ്കല്പങ്ങളിൽ മനുഷ്യരെല്ലാം ഒന്നാണ്, മതത്തിന്റെ പേരിൽ കലഹിക്കേണ്ടവരല്ല, മതത്തിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല എന്ന മാനവികതയുടെ സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ഈ രാജ്യത്തെ ഹിന്ദു വർഗീയവാദികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കിയത്. ആ അസ്വസ്ഥതയാണ് ആ മഹാത്മാവിന്റെ ഇടതുനെഞ്ചിലേക്ക് ഗോഡ്സെ വെടിയുണ്ട ഉതിർത്തുകൊണ്ട് ആ അരിശം തീർക്കുകയായിരുന്നു. ഗാന്ധിയോട് എന്തിനാണ് ഹിന്ദുത്വത്തിന് വിരോധമെന്ന് ചോദിച്ചാൽ, ഗാന്ധി മുന്നോട്ട് വെച്ച ഹിന്ദുത്വം സമാധാനത്തിന്റെ ഹിന്ദുത്വമായിരുന്നു, യഥാർത്ഥ രാമന്റെ ഹിന്ദുത്വമായിരുന്നു, കലാപമുണ്ടാക്കുന്ന ഹിന്ദുത്വമല്ല. ഗർഭിണികളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഹിന്ദുത്വമല്ല. ഗർഭിണികളുടെ വയറ് പുലർത്തി ചെറിയ കുഞ്ഞുമക്കളെ, ആ പിഞ്ചു പൈതങ്ങളെ തീയിലേക്ക് വലിച്ചെറിയാൻ പഠിപ്പിക്കുന്ന ഹിന്ദുത്വമല്ല മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഹിന്ദുത്വം. മറിച്ച് ഗാന്ധിയുടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ മണിപ്പൂരിന്റെ തെരുവുകളിൽ പാവപ്പെട്ട ക്രൈസ്തവ യുവതികളെ നഗ്നയാക്കി കൊണ്ടു നടന്ന് ഗ്യാങ് റേപ്പ് ചെയ്യുന്ന ഹിന്ദുത്വമല്ല മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഹിന്ദുത്വം. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഹിന്ദുത്വം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഹിന്ദുത്വമായിരുന്നു, മനുഷ്യനെ ഒന്നിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഹിന്ദുത്വമായിരുന്നു. ആ ഹിന്ദുത്വത്തിലാണ് ഗോഡ്സെക്ക് അസ്വസ്ഥതയുണ്ടായത്. ആ ഹിന്ദുത്വത്തിലാണ് ഈ രാജ്യത്തെ തീവ്രവാദികളായ ഹിന്ദുത്വത്തിന്റെ ആളുകൾ, ഫാഷിസ്റ്റുകൾക്ക് വിരോധമുണ്ടായത്. ആ വിരോധമാണ് ഗാന്ധി വധത്തിന് കാരണമായത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിമീങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നതാരെ എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിം പേരല്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പറയുക, മറിച്ച് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടെ പേരല്ലാതെ
ഇന്ത്യൻ മുസ്ലിമിനെ, ഇന്ത്യയിലെ ആരെയാണ് നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്ന ചോദ്യത്തിന് വേറെ ഒരു പേര് പറയാനില്ലാതായത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഹിന്ദു മത തത്വങ്ങൾ കൊണ്ട് തന്നെയാണ്. ഗാന്ധി നിരീശ്വരവാദിയായിരുന്നില്ല, ഗാന്ധി മതനിഷേധിയായിരുന്നില്ല, മറിച്ച് ഗാന്ധി മതമാണ് പ്രൊമോട്ട് ചെയ്തത്, ഗാന്ധി ഗീതയാണ് പ്രൊമോട്ട് ചെയ്തത്, ഗാന്ധി രാമനെയാണ് പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ ആ ഹിന്ദുമതവും ആ ഗീതയും ആ രാമനും എന്ന് പറയുന്നത് മാനവികതയുടെ പ്രതീകങ്ങളായിരുന്നു. ആ മാനവികതയുടെ പ്രതീകങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ മഹാത്മാവിനെയാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾ ഏറ്റവും സ്നേഹിക്കുന്നത്. ഇന്ത്യയുടെ അബൂ ത്വാലിബാണ് മഹാത്മാഗാന്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിലെ മുശ്രിക്കുകളുടെ, മക്കയിലെ സത്യനിഷേധികളുടെ മാരകമായ പീഡനങ്ങൾ, തുല്യതയില്ലാത്ത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ ഇതാ റസൂലുള്ളാഹിക്ക്, പ്രവാചകന് മുഹമ്മദ് നബിക്ക് താങ്ങും തണലുമായി നിന്നത് മക്കയിലെ അബൂ ത്വാലിബ് എന്ന അമുസ്ലിമായ ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അവർക്ക് താങ്ങും തണലുമായത്, അവർക്ക് ആശ്വാസം പകർന്നത്, അവർക്ക് പ്രതീക്ഷ വെച്ചു കൊടുത്തത് ഇന്ത്യയിലെ അമുസ്ലിമായ, ഗീത വായിച്ച, വേദം പഠിപ്പിച്ച, ഹിന്ദുത്വം പ്രസംഗിച്ച മഹാത്മാഗാന്ധിയാണ്. ആ ഗാന്ധിയുടെ രാമനെവിടെ? ആ ഗാന്ധിയുടെ രാമനെവിടെ? ISM ചോദിക്കുന്നത് അതാണ്. ഇന്ന് ഇന്ത്യയിൽ ആരുടെ രാമനാണ്? നാഥൂറാമിന്റെ രാമനാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. ആ രാമനെയല്ല ഗാന്ധി മുന്നോട്ട് വെച്ചത്. ആലോചിക്കൂ, ഇന്ന് കേരളത്തിൽ NIT ഒരു വനിതാ പ്രൊഫസർ അവരിതാ ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് കേരളത്തിലൊരു മലയാളി പെണ്ണ്, എന്താ പെണ്ണ് എന്ന് പറഞ്ഞത്? പെണ്ണ് മോശമായത് കൊണ്ടാണോ? അല്ല, പെണ്ണ് എന്ന് പറഞ്ഞത് നമ്മളെല്ലാം സമാധാനത്തിന്റെ പ്രതീകം സ്ത്രീയെയാണ് കാണുന്നത്. മനുഷ്യർക്കിടയിൽ ആദരവുള്ള, കനിവുള്ള, ആർദ്രതയുള്ള പ്രതീകമായി നമ്മൾ കാണുന്നത് പെണ്ണിനെയാണ്. കാരണം അവളിലാണ് മാതൃത്വമുള്ളത്. അവളെ പോലെ സഹിക്കാൻ കഴിയുന്ന, ക്ഷമിക്കാൻ കഴിയുന്ന വ്യക്തിത്വം പുരുഷനില്ല. ആ പെണ്ണ് എഴുതി എന്ത് എഴുതി? ഗോഡ്സെ എന്ന് പറയുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട്, ഹിന്ദുത്വത്തിന്റെ വീരപുരുഷനായി ഗോഡ്സെയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സ്ത്രീ എഴുതി എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വളർന്നു വരുന്ന കൾച്ചറിന്റെ ഭാഗമാണത്. അത് മനസ്സിലാക്കിക്കോ. കേരളത്തിൽ വളർന്നു വരുന്ന കൾച്ചറിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തുള്ള ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും അതുപോലെ മുസ്ലിം ലീഗായാലും ജനതാദളായാലും സർവ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ആസൂത്രിതമായി ഗാന്ധിയുടെ രാമനെ കൊന്നിട്ട് നാഥൂറാമിന്റെ രാമനെ പ്രതിഷ്ഠിക്കാനുള്ള ആസൂത്രിതമായ പദ്ധതികൾ RSS ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RSS ഈ രാജ്യത്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഗ്യാൻവാപി മസ്ജിദ് എന്ന് പറയുന്നത്. നോക്കൂ, UPയിലെ വാരാണസിയിലാണ് ഈ ഗ്യാൻവാപി മസ്ജിദ് ഉള്ളത്. ഈ ഗ്യാൻവാപി മസ്ജിദിന് മേൽ ബാബരി മസ്ജിദിന് ശേഷം ഇതാ ഹിന്ദുത്വം അവകാശം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തിനാ ഈ അവകാശവാദം? ക്ഷേത്രങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാരാണ് ആദ്യമായി തങ്ങളുടെ രാഷ്ട്രീയ കസേര നിലനിർത്തണമെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ കലാപം നടക്കണമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ ഒരു പൊളിറ്റിക് പ്രൊജക്റ്റായി മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷുകാരാണെങ്കിൽ പിന്നെ ആ പൊളിറ്റിക്സ് ഉപയോഗിച്ചത് ലഹളകളും കലാപങ്ങളും വർഗീയ കലഹങ്ങളും ഉണ്ടാക്കി
തങ്ങളുടെ മുന്നേറ്റങ്ങൾക്കെതിരെ വരുന്ന നീക്കങ്ങളെ ശ്രദ്ധ തിരിപ്പിക്കുക എന്ന ചിന്ത പിന്നീട് നമ്മൾ കാണുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഇന്ത്യയിലെ സവർണ ഫാഷിസ്റ്റുകളാണ്. ഇന്ത്യയിലെ സവർണ ഫാഷിസ്റ്റുകളാണ്. എന്താണ് കാരണമെന്നറിയുമോ? കാരണം 19-ാം നൂറ്റാണ്ടിലാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾ, ഇന്ത്യയിലെ താഴ്ന്ന ജാതികൾ എന്നറിയപ്പെടുന്ന വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾക്ക് പറ്റി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നവോത്ഥാന നായകന്മാർ കടന്നു വന്നു. അവരുടെ ജീവിതത്തെപ്പറ്റി സമൂഹത്തോട് കലഹിക്കുവാൻ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ, അവർക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങളെപ്പറ്റി, അവരോട് കാണിക്കുന്ന അനീതിയെപ്പറ്റി സമൂഹത്തോട് സാംസ്കാരികമായി സംവദിക്കുവാനുള്ള സമൂഹത്തോട് സാംസ്കാരികമായി സംവദിക്കാനുള്ള നവോത്ഥാന നായകന്മാരുണ്ടായി. വലിയ മുന്നേറ്റമുണ്ടായി. ഉത്തരേന്ത്യയിലാണെങ്കിൽ മഹാത്മാ ഫൂലെയുടെ നേതൃത്വത്തിൽ വലിയ മുന്നണികളും മൂവ്മെന്റുകളും ഉണ്ടായി. ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ താഴ്ന്ന ജാതി വിഭാഗങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തുടങ്ങി. അവർ വിദ്യാഭ്യാസത്തിന് സ്വയം സന്നദ്ധമായി. അവരുടെ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കാനുള്ള സാംസ്കാരികമായ പദ്ധതികൾ അവരാസൂത്രണം ചെയ്യാൻ തുടങ്ങി. അവിടെ സ്വാഭാവികമായും ഈ രാജ്യത്ത് പുലയനും, ഈ രാജ്യത്തെ ദളിതനും, ഈ രാജ്യത്തെ നായാടിയും, ഈ രാജ്യത്തെ താഴ്ന്ന വിഭാഗങ്ങൾ എന്ത് താഴ്ന്നവരായി എന്ന പഠനവും ചിന്തയും നടന്നു. അവർക്കറിയാം എന്ത് അവർ താഴ്ന്നവരായത്, എന്ത് അവർ ബാക്ക്വേർഡായത്, എന്ത് അവർ പിന്നോക്കക്കാരായത്. അവരെ ദൈവം പിന്നോക്കക്കാരാക്കിയതാണോ? അല്ല, ഈ രാജ്യത്തെ സവർണൻ അവരെ പിന്നോക്കക്കാരനാക്കിയതാണ്. ജാതീയത പറഞ്ഞ് മനുഷ്യന് വേലികെട്ടി അവനിൽ തൊടാൻ പറ്റാത്തവൻ, തീണ്ടാൻ പറ്റാത്തവൻ, ഒന്നിച്ചിരിക്കാൻ പറ്റാത്തവൻ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ ചേരിതിരിച്ച് താഴ്ന്നവരാക്കി, അധസ്ഥിതരാക്കി, അവരുടെ സാംസ്കാരികമായ വളർച്ചയെ അതിന്റെ മുരട് കുറിച്ചു കളഞ്ഞത് ഈ രാജ്യത്തുള്ള സവർണനാണ്, ബ്രാഹ്മണനാണ് എന്ന് ഫൂലെയുടെ നേതൃത്വത്തിൽ, മഹാത്മാ ഫൂലെയുടെ നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിൽ തിരിച്ചറിഞ്ഞെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ഈഴവന്മാർ സംഘടിക്കാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ പെരിയോറുടെ നേതൃത്വത്തിൽ ഇത്തരം താഴ്ന്ന ജാതി വിഭാഗങ്ങളുടെ മൂവ്മെന്റുകൾ ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഇവിടത്തെ നായാടിയും പുലയനും, ഇവിടത്തെ താഴ്ന്ന ജാതിക്കാരെന്ന് ഉന്നത ജാതിക്കാര് പേരിട്ട് വിളിക്കുന്ന ആളുകൾ, അവരെയൊന്നും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ചവിട്ടി താഴ്ത്തിയതല്ല. അവരെയൊന്നും ഈ രാജ്യത്തെ മുസ്ലിംകൾ ചവിട്ടി താഴ്ത്തിയതല്ല. മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ അവരുടെ പെണ്ണുങ്ങൾ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നാണം കെട്ട് നടന്നിട്ടുണ്ട്. നടത്തിയതാരാ? മുസ്ലിം ഭരണാധികാരികളായിരുന്നോ? അല്ല, ബ്രാഹ്മണനായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞു, ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ബ്രാഹ്മണാധിപത്യത്തിനെതിരെ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ, ജാതിയിൽ പിന്നിലേക്ക് മാറ്റിവെച്ച വിഭാഗങ്ങളുടെ അതിശക്തമായ മൂവ്മെന്റുകൾ ഉണ്ടായി 19-ാം നൂറ്റാണ്ടിൽ. സ്വാഭാവികമാണ് ഈ പ്രശ്നം ഇങ്ങനെ സജീവമായി നിലനിന്നാൽ, ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഈ പ്രശ്നം നിരന്തരം നിലനിന്നാൽ, ഇത് ഭരണാധികാരത്തിനെതിരെ അതിശക്തമായ ഒരു മൂവ്മെന്റായി വരുമെന്ന് തിരിച്ചറിഞ്ഞ ബ്രാഹ്മണന്മാർ അതാ ഈ മൂവ്മെന്റ് തകർക്കുന്നതിനു വേണ്ടി ആസൂത്രിതമായ ആലോചനകൾ നടന്നു. 1925 ഹെഡ്ഗേവാറിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയുന്ന RSSന്റെ രൂപീകരണം ആ കൂടിയാലോചനയുടെ ഭാഗമായിരുന്നു. RSSന്റെ രൂപീകരണം, ആ കൂടിയാലോചന എടുത്ത തീരുമാനം എന്താണെന്നറിയുമോ? ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ ഹിന്ദു മുസ്ലിം ലഹളയുണ്ടാകണം. ആ ലഹളയുണ്ടായാലാണ്
ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന സാമൂഹികാന്തരീക്ഷത്തിൽ നിന്ന് താഴ്ന്ന ജാതി ഹിന്ദുക്കളെ വേർതിരിച്ചു മാറ്റി നിർത്താൻ പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പൊളിറ്റിക്കൽ പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു അന്ന് മഹാരാഷ്ട്രയിൽ നടന്ന വർഗീയ കലാപങ്ങൾ. ബ്രാഹ്മണൻ വിജയിച്ചു, ഫാഷിസ്റ്റുകൾ വിജയിച്ചു. ഇന്ത്യയിലെ തെരുവോരങ്ങളിൽ ആയുധമെടുത്തു നിന്നത് ആരാണെന്നറിയുമോ? ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ആയുധമെടുത്തു നിന്നത് ഹിന്ദുക്കളിലെ താഴ്ന്നവരും മുസ്ലിമീങ്ങളിലെ താഴ്ന്നവരുമായിരുന്നു. എന്താ മുസ്ലിമീങ്ങളെ താഴ്ന്നവരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരു ജാതീയതയുള്ള ആളുകളല്ല. പക്ഷേ ടൂൾസായി ഉപയോഗിച്ചവരുടെ കാസ്റ്റ് നമ്മൾ നോക്കണം. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരൻ വർഗീയ കലാപങ്ങൾക്ക് ടൂൾസായി ഉപയോഗിച്ച മനുഷ്യരുടെ കാസ്റ്റ് നമ്മൾ നോക്കണം. അതായത് താഴ്ന്നവന്റെയാണ്, കറുത്തവന്റേതാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബോംബെയിൽ വർഗീയ കലാപങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നു. ഹിന്ദു മുസ്ലിം ലഹളകൾ. ആ ഹിന്ദു മുസ്ലിം ലഹളകൾക്കിടയിൽ ബ്രാഹ്മണൻ ഈ രാജ്യത്തെ താഴ്ന്ന ജാതി വിഭാഗങ്ങളോട് ചെയ്ത സാമൂഹികമായ അനീതിയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ മാഞ്ഞുപോയി. അത് മായ്ച്ചു കളയാനാണ് ഇത് നടക്കുന്നത്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഗ്യാൻവാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന വാരാണസി എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഇന്ത്യയിലെ ഏറ്റവും വലിയ 3 ചേരികളുള്ളത്. ആ വാരാണസിയിലാണ് ഇന്ത്യയിലെ പ്രസിദ്ധമായ 3 ചേരികൾ. ഭൂരിപക്ഷവും ഹിന്ദുക്കൾ തന്നെ. ഏത് ഹിന്ദുക്കൾ? ബ്രാഹ്മണനല്ല, നായരല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, മറിച്ചാരാണ്? ശൂദ്രനാണ്, ദളിതനാണ്, നായാടിയാണ്, പുലയനാണ്. അങ്ങനത്തെ താഴ്ന്ന ജാതിക്കാരാണ് ആ തെരുവോരങ്ങളിൽ, ചേരികളിൽ തിന്നാനില്ലാതെ, ഉടുക്കാനില്ലാതെ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനില്ലാതെ ആ വാരാണസിയുടെ ചേരികളിൽ കിടക്കുന്നത്. അവരുടെ ജീവിതമൊന്ന് സാംസ്കാരികമായി ഉയർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്രൊജക്ട് ഹിന്ദുത്വം കൊണ്ടുവരുന്നുണ്ടോ? അവരുടെ ജീവിതത്തെ സാംസ്കാരികമായി ഉയർത്തുന്നതിന് വേണ്ടി, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി, അവർ സാമൂഹിക പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊജക്ട് നമ്മുടെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെട്ടോ? ഇല്ല. അവർക്ക് ഹിന്ദു ഫാഷിസ്റ്റുകൾ, ഹിന്ദു തീവ്രവാദികൾ എന്നും അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തത് വർഗീയതയാണ്. പോയിട്ട് മുസ്ലിമിനെ കൊന്നിട്ട് വാടാ, നിന്റെ പണി അതാ. നിന്റെ മക്കള് പഠിക്കണ്ട, നിന്റെ മക്കള് ഉന്നത നിലവാരത്തിലാവണ്ട, നിന്റെ മക്കള് ഡോക്ടറാവണ്ട, എഞ്ചിനീയർ ആവണ്ട, അധ്യാപകനാവണ്ട, പ്രൊഫസർ ആവണ്ട. നിന്റെ മക്കള് തെരുവോരങ്ങളിൽ കലാപത്തിന്റെ ഇരയാകണം, കലാപത്തിനൊപ്പം ജീവിക്കുന്നവനാകണം. ഇതിനെ നീയുള്ളോ? ഇവിടെ ചോദ്യം ചെയ്യണം. ഈ രാജ്യത്തെ ആളുകൾ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് ഞങ്ങളെ സാംസ്കാരികമായ പുരോഗമനത്തിന് അയക്കുന്നില്ല, അതിനു വേണ്ടുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നില്ല എന്ന് ഈ രാജ്യത്തെ താഴ്ന്ന വിഭാഗം ഹിന്ദുക്കൾ ചോദിക്കേണ്ട കാലം അതിക്രമിച്ചു. ചോദിക്കൂല. ചോദിച്ചാൽ ബാബരി മസ്ജിദ് കൊണ്ടുവരും, ചോദിച്ചാൽ ഗ്യാൻവാപ്പി കൊണ്ടുവരും. എന്നിട്ട് പരസ്പരം തല്ലുകൂടിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ ജോലി അതാ. അത് കണ്ടാൽ ഇവിടെ ഒരു പള്ളിയിൽ ഒരു വിഗ്രഹമുണ്ട് എന്ന ഒരു പ്രോപ്പഗണ്ട പുറത്തിറങ്ങിയാൽ മതി. പിന്നെ ഇവിടുത്തെ ദളിതനെ സംബന്ധിച്ച് അവൻ എന്തില്ല, അവന് വേറെ ചിന്തയില്ല, അവന്റെ സാമൂഹിക ക്രമത്തെ പറ്റി ചിന്തയില്ല, അവന്റെ സംവരണത്തെ പറ്റി ചിന്തയില്ല, അവന്റെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥത്തിലെ പ്രാതിനിധ്യത്തെ പറ്റി ചിന്തയില്ല, അവന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി അവന് ചിന്തയില്ല, അവന്റെ വിദ്യാഭ്യാസ പ്രാതിനിധ്യത്തെ പറ്റി ചിന്തയില്ല. അവന്റെ ചിന്ത എന്താ? ഇവിടെ ഇതാ വർഗീയ കലാപത്തിൽ ഹിന്ദുവിന്റെ പക്ഷമെന്ന് പറഞ്ഞ് അവന് ചേരിതിരിക്കുക. കാലങ്ങളായി RSSന്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വം ഈ ലോകത്ത്, ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളി പൊളിക്കൽ ട്രെൻഡാ. 1991 ഇന്ത്യയുടെ പാർലമെന്റിൽ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. എന്താ നിയമം എന്നറിയോ? ഇന്ത്യയിലെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ ആരുടെ കയ്യിലായിരുന്നു?
ആരുടെ ഉടമസ്ഥയിലായിരുന്നു ആ ഉടമസ്ഥാവകാശം നിലനിർത്തിക്കൊണ്ട്, സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് 1991 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. ബാബരി മസ്ജിദ് ഒഴികെ. കാരണം എന്താ? ബാബരി മസ്ജിദ് അപ്പോഴേക്കും പരിഹരിക്കപ്പെടാനാവാത്ത ഒരു പ്രശ്നമായി തീർന്നിരുന്നു. ശരി, ബാബരി മസ്ജിദ് ഒഴികെ ബാക്കി എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടും. ഒരാളുടെ ആരാധനാലയത്തിനും മറ്റൊരുത്തൻ കുഴി തോണ്ടി നോക്കിയില്ല. അങ്ങനെ കുഴി തോണ്ടി നോക്കിയിരുന്നെങ്കിൽ നോക്കൂ, ശബരിമല ക്ഷേത്രത്തിന്റെ കുഴി തോണ്ടാൻ, ശബരിമല ക്ഷേത്രത്തിന്റെ കുഴി തോണ്ടിയാൽ ബുദ്ധന്മാരുടെ അവശിഷ്ടം കിട്ടുമെന്നത് മുസ്ലിങ്ങൾ പറയുന്നതല്ല, ഇന്ത്യയിലെ ബുദ്ധമതാനുയായികൾ പറയുന്നതാ. വേണ്ട, ഇവിടെ അടുത്തല്ലേ കൊടുങ്ങല്ലൂർ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ അകം തോണ്ടിയാൽ, അതിന്റെ അടി പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെ തലയോട്ടി കിട്ടും, ബുദ്ധന്മാരുടെ ആരാധനാലയ അവശിഷ്ടങ്ങൾ കിട്ടുമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ബുദ്ധമത സംഘടനകളാണ്. അവർക്ക് ക്ലെയിമുണ്ട്. തോണ്ടണോ? ഞാൻ വാപ്പി തോണ്ടാമെങ്കിൽ എന്റെ ഈ ക്ഷേത്രങ്ങൾ തോണ്ടാൻ ഒരു പ്രശ്നം? തോണ്ടും. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും തോണ്ടും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, ഇപ്പൊ തന്നെ പാലയൂർ ചർച്ച്, ഗുരുവായൂർ പാലയൂർ ചർച്ച്, ആ പാലയൂർ ചർച്ച് പൗരാണിക ശിവക്ഷേത്രമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാ? ആർ.വി. ബാബുവാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ടോ തൃശ്ശൂര് സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്ന ബോധം വന്നപ്പോ അതിങ്ങനെ ഉരുട്ടാനും തിരിക്കാനും നോക്കുന്നു. വേണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചേർത്തലയിലെ ആർച്ചുങ്കൽ പള്ളി ക്രിസ്ത്യൻ ചർച്ച് ഹിന്ദു ക്ഷേത്രമാണ് എന്ന അവകാശവാദം മുഴക്കിയിട്ട് എത്ര നാളായി? വരികയാണ്. ഓരോ ക്ഷേത്രങ്ങളിലേക്കും അവർ കടന്നു വരികയാണ്. ഓരോ ക്ഷേത്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും കടന്നു വരികയാണ്. എന്തിനു വേണ്ടി? അവർക്ക് ആരാധനയോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ടല്ല, മറിച്ചെന്താ? വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇതാണ് പറ്റിയ പണി എന്ന് അവർക്കറിയാം. ആ പണിയെടുക്കലാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കുക. ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്? ISM പറയുന്നു, ഇതിനെ പ്രതിരോധിക്കേണ്ടത് മതേതര കക്ഷികളാണ്, മതനിരപേക്ഷതയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്. ചില ആളുകൾ പറയാണ്, കണ്ടോ ബാബരി മസ്ജിദ് പൊളിച്ചില്ലേ, അന്ന് മുസ്ലിം നേതൃത്വം പറഞ്ഞു ക്ഷമിക്കണം, സംയമനം പാലിക്കണം, സമാധാനത്തിന്റെ മാർഗം പിന്തുടരണം, ജനാധിപത്യ മുറകളിലൂടെ പോകണം, മതനിരപേക്ഷ സംസ്കാരം കൈവിടരുത് എന്നൊക്കെ മുസ്ലിം നേതൃത്വങ്ങൾ പറഞ്ഞല്ലോ. അതെ, മുഖ്യധാര മുസ്ലിം നേതൃത്വങ്ങളൊക്കെ ആ നിലപാട് സ്വീകരിച്ചവരാ. എന്നിട്ടെന്തായി? ഗ്യാൻവാപ്പിയിലേക്ക് വന്നില്ലേ? ഇനി മധുരയിലേക്ക് വരില്ലേ? ഇന്ത്യയിലെ 3000-ലധികം മുസ്ലിം പള്ളികൾക്ക് ഹിന്ദുത്വം അവരുടെ ക്ഷേത്രങ്ങളാണെന്ന് അവകാശവാദം പുറപ്പെടുവിച്ചില്ലേ? ഇന്ത്യയിലെ, കേരളത്തിലെ മുസ്ലിം തീവ്രവാദികൾ അവർ ആഘോഷിക്കുകയാണ്. മനസ്സിലാക്കണം. തീവ്രവാദം എന്ന് പറഞ്ഞാൽ RSSകാരന്റെ ഹിന്ദുത്വ തീവ്രവാദം മാത്രമല്ല. തീവ്രവാദം എന്ന് പറഞ്ഞാൽ PFIക്കാരന്റെ മുസ്ലിം തീവ്രവാദമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. എന്നിട്ട് പറയുന്നത് എന്താ? പ്രഖ്യാപിക്കുന്നത് എന്താ? എന്ത് വേണം? സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു. ഇനിയും ക്ഷമിക്കണോ? ഇനിയും സംയമനം പാലിക്കണോ? ഇനിയും മതേതര ജനാധിപത്യ മൂലക്രമത്തിലെ പ്രതിരോധം മതിയോ? മതി. ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും ചേർന്ന് നടന്ന മൂവ്മെന്റ് മാത്രമാണ് വിജയിച്ചിട്ടുള്ളൂ. ഗാന്ധി എന്തുകൊണ്ടാണ് നേരിട്ടത്? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മഹാത്മാഗാന്ധി നേരിട്ടത് ഈ പറഞ്ഞ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ചിട്ടാണ്. ആ മൂല്യത്തിന് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ രാജ്യത്ത് നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ പറ്റുമെങ്കിൽ ഹിന്ദുത്വ ഭീകരതയെയും മുസ്ലിം തീവ്രതയെയും ചെറുക്കാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് മാത്രമാണ് കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ചോദ്യമാണ്, മുസ്ലിം ചെറുപ്പക്കാരെ ഹരം പിടിപ്പിക്കുന്ന ചോദ്യം. എന്താ ചോദ്യം? ഇനി നമ്മൾ ക്ഷമിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ശരി,
ക്ഷമിക്കണമെന്നത് തന്നെയാണ്, സഹനത്തിന്റെ സംയമനത്തിന്റെ പാത സ്വീകരിക്കണം എന്നത് തന്നെയാണ് ISM-ന് പറയാനുള്ളത്. കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾക്കെല്ലാം പറയാനുള്ളത്. എന്തേ അത് പറയുന്നത്? വിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. കേൾക്കണോ? ഈ നാട്ടിൽ ജീവിക്കുന്ന PFI കാരനുണ്ടെങ്കിൽ, ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം തീവ്രവാദി ഉണ്ടെങ്കിൽ അവൻ വായിച്ചു പഠിച്ചോ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 40-ാമത്തെ ആയത്ത് അവൻ പഠിച്ചോളൂ. പള്ളികൾ പൊളിക്കപ്പെടുമ്പോ എന്ത് നിലപാട് സ്വീകരിക്കണം? ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ, ഗ്യാൻവാപ്പി പൊളിക്കാൻ പോകുമ്പോ എന്ത് നിലപാട് സ്വീകരിക്കണം? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതല്ല, ഈ രാജ്യത്ത് സുന്നികൾ പറഞ്ഞതല്ല, ഈ രാജ്യത്തെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 40-ാമത്തെ സൂക്തം അതാ അല്ലാഹു പറയുന്നു, വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض. അല്ലാഹു മനുഷ്യരിൽ നിന്ന് ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോളണം, മുസ്ലിം തീവ്രവാദി, ഹിന്ദു തീവ്രവാദി, നിങ്ങൾ കേട്ടോളൂ. വിശുദ്ധ ഖുർആൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. രണ്ടു കൂട്ടർക്കും കേൾക്കാം, രണ്ടു കൂട്ടർക്കും ചിന്തിക്കാം. എന്താ പറയുന്നത്? മനുഷ്യരിൽ നിന്ന് ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ അല്ലാഹു തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത് തകർന്ന് ചരിപ്പണമാക്കപ്പെടുമായിരുന്നു. സ്വവാമിഉ വബിയഉൻ വസലവാതുൻ, ഏതെല്ലാം തകർന്ന് ചരിപ്പണമാക്കപ്പെടും? ക്രിസ്ത്യൻ ചർച്ചുകൾ, യഹൂദ ദേവാലയങ്ങൾ, സന്യാസി മഠങ്ങൾ, വമസാജിദ്, മുസ്ലിം പള്ളികളെല്ലാം തകർന്ന് ചരിപ്പണമാക്കപ്പെടുമായിരുന്നു. എന്ത് പടച്ചവൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, അള്ളാഹു എന്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ? ഒരു വിഭാഗത്തെ കൊണ്ട് മറുവിഭാഗത്തെ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ. അപ്പൊ മനുഷ്യരിൽ നിന്നുള്ള ഒരു വിഭാഗത്തെയാണ് അക്രമികളെ, വർഗീയവാദികളെ, തീവ്രവാദികളെ, ഫാഷിസ്റ്റുകളെ കൈപിടിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചത്. മനുഷ്യരിൽ നിന്ന് ആരാ? ഇന്ത്യ മഹാരാജ്യത്ത് പള്ളി പൊളിക്കുന്നവന്റെ കൈപിടിക്കേണ്ടത് ആരാ? ഇന്ത്യ മഹാരാജ്യത്ത് അമ്പലം പൊളിക്കുന്നവന്റെ കൈപിടിക്കാൻ ആർക്കാ കഴിയുക? ഇന്ത്യ മഹാരാജ്യത്ത് ചർച്ചുകൾ പൊളിക്കുന്നവന്റെ കൈപിടിക്കാൻ സാധിക്കുക ആർക്കാ? ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾക്കാണ്, ഇന്ത്യയിലെ മതേതര സംഘത്തിനാണ്. ആ സംഘത്തെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആ സംഘത്തെയാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പരിഹാരത്തിന് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാ, വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാ. ഈ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ഇവിടത്തെ തീവ്രവാദി ഒരുക്കമാണോ? മുസ്ലിം തീവ്രവാദി ഒരുക്കമാണോ? ഇന്ത്യയിലെ മതനിരപേക്ഷരെ കൂട്ടുപിടിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതനിരപേക്ഷ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മതനിരപേക്ഷ പക്ഷത്തുള്ള ക്രിസ്ത്യാനികളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളിങ്ങനെ വാളെടുത്തിട്ട് നിങ്ങൾ തീവ്രവാദികളെ നേരിടാൻ മറ്റൊരു തീവ്രവാദം കൊണ്ടുവന്നാൽ എന്താ ഈ രാജ്യത്ത് നടക്കുക? ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും? കലാപങ്ങളും പരസ്പരം സമാധാനമായ സ്വൈരമായ ഒരു ജീവിതമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹം പോകും, ഈ സമൂഹം മാറും. ഇവിടെ ഹിന്ദു തീവ്രവാദി വിചാരിക്കെന്തറിയോ? ഈ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളൊക്കെ ഓടിപ്പിച്ചാൽ പിന്നെ എല്ലാം നമ്മളെ കയ്യിൽ. മുസ്ലിം തീവ്രവാദി വിചാരിക്കുന്നറിയോ? ഈ രാജ്യത്ത് ഹിന്ദു തീവ്രവാദികൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാലേ നമുക്ക് വളരാനുള്ള മണ്ണ് ഇവിടെ ഉണ്ടാവും. ഗ്യാൻവാപ്പി മസ്ജിദ് മുസ്ലിം തീവ്രവാദി കരയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ അവരുടെ തീവ്രവാദത്തിലേക്ക് കുറെ മുസ്ലിം വർഗീയവാദികളെ ഉണ്ടാക്കാൻ ഒരവസരം എന്ന നിലയ്ക്ക് ആസൂത്രിതമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെയുള്ള ഈ പറഞ്ഞ മുസ്ലിം തീവ്രവാദികൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ എന്തിനാണ് മുസ്ലിം മുഖ്യധാര സംഘടനകളെ ചീത്ത വിളിക്കുന്നത്? എന്തിനാ അവർ മുസ്ലിം മുഖ്യധാര സംഘടനകൾ ചീത്ത വിളിക്കുന്നത്? നിങ്ങൾ നോക്കിക്കോ, സോഷ്യൽ മീഡിയയിൽ
മുസ്ലിം മുഖ്യധാരാ സംഘടനകൾ, കേരളത്തിലെ മുസ്ലിം മുഖ്യധാരാ സംഘടനകൾ, സുന്നികളും മുജാഹിദുകളും അടങ്ങുന്ന കേരളത്തിലെ മുസ്ലിം മുഖ്യധാരാ സംഘടനകളുടെ നേതാക്കന്മാരെ ചീത്ത വിളിക്കാണ്. എന്ത് പറഞ്ഞിട്ടാ ചീത്ത വിളിക്കണമെന്നറിയോ? അവരിതാ സമാധാനത്തിന്റെ വർത്താനം പറഞ്ഞു വരും, അവര് ക്ഷമയുടെ വർത്തമാനം പറഞ്ഞു വരും, അവര് പ്രവാചകന്റെ മേൽ ചപ്പു ചവറ് വാരിയെറിഞ്ഞ യഹൂദ പെണ്ണിനോട് നബി ക്ഷമിച്ചില്ലേ എന്ന് വയൽ പറഞ്ഞു തരും. അവര് പ്രവാചകന് ഊട്ടിയ അമുസ്ലിങ്ങളുടെ കഥ പറഞ്ഞു തരും. പ്രവാചകന് ഹിജറയിൽ വഴി കാണിച്ച അമുസ്ലിമിന്റെ വഅൽ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ അവർ എന്ത് ചെയ്യുകയാണ്? ആ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ തീവ്രവാദത്തിലേക്ക് ആളക്കൂട്ടാം. നിങ്ങൾക്ക് ഇപ്പോ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരൊക്കെയാണ് തീവ്രവാദത്തിനോട് അനുരാഗാത്മക ഭ്രമം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത് എന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ നിന്ന് അറിയണമെങ്കിൽ അവന്റെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പോയാൽ മതി. ഇതിന് പരിഹാരം മതനിരപേക്ഷതയല്ല എന്ന് ആരൊക്കെ പറയുന്നുവോ, ഇന്ത്യയിലെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനുള്ള പരിഹാരം ഹിന്ദുവും ക്രൈസ്തവനും മുസ്ലിമും ചേർന്നിട്ടുള്ള മതനിരപേക്ഷ പക്ഷമല്ല. നമ്മൾ വാളെടുക്കണം, നമ്മൾ തോക്കെടുക്കണം, നമ്മൾ ചാവേറുകളാകണം, നമ്മൾ ബോംബ് വെക്കണം തെരുവോരങ്ങളിൽ എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദിയും ഈ രാജ്യത്ത് ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ മുസ്ലിം മുഖ്യധാരാ സംഘടനകളെ ചീത്ത വിളിക്കുന്ന, അവരുടെ സംയമനത്തിനെ പരിഹസിക്കുന്ന, അവരുടെ ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള ആഹ്വാനത്തെ പരിഹസിക്കുന്ന സോഷ്യൽ മീഡിയ മെസ്സേജുകൾ വ്യാപകമായി വിടുന്നവന്റെ പ്രൊഫൈൽ നോക്കിയാൽ മതി. അവനാണ് തീവ്രവാദി. ഇന്ത്യ കത്തുമ്പോ ആ കത്തുന്നതിൽ നിന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വീട് കത്തുമ്പോ വാഴ വെട്ടുന്നവരെന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഇന്ത്യ കത്തുമ്പോ, ഇന്ത്യ ഈ വർഗീയ ധ്രുവീകരണം കൊണ്ട് കത്തുമ്പോ ഒരു സൈഡിൽ മുസ്ലിം തീവ്രവാദി ഗാൻവാപ്പിയുടെ പേര് പറഞ്ഞ്, ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞ് വായോ ഈ രാജ്യത്തെ ഹിന്ദുവിനെ വാളെടുത്ത് നേരിടാമെന്ന് വിളിക്കുകയാണ്. പോണോ? ISM പറയുന്നു പാടില്ല. എന്തുകൊണ്ട് പാടില്ല? കേൾക്കണോ? ഇടയ്ക്കെങ്കിലും മുസ്ലിം തീവ്രവാദി നീ വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി നോക്ക്. ഇടയ്ക്കെങ്കിലും ഹിന്ദു തീവ്രവാദി നീ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു നോക്ക്. നിന്റെ വിശുദ്ധ വേദങ്ങളൊന്ന് വായിച്ചു നോക്ക്. ശ്രീരാമന് രാമായണത്തിൽ നിന്ന് വായിക്കടാ, അല്ലാതെ RSSന്റെ പുസ്തകത്തിൽ നിന്നല്ല ശ്രീരാമനെ വായിക്കേണ്ടത്. വാൽമീകി എഴുതിയ രാമായണത്തിൽ നിന്ന് വായിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത ഖുർആനിൽ നിന്ന് വായിക്കണം. അത് വായിക്കില്ല. മറിച്ച് വർഗീയവാദികൾ, ഭീകരവാദികൾ അവർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് ശ്രീരാമനെയും മുഹമ്മദ് നബിനെയും പഠിക്കാനിരുന്നാൽ എന്താ ഉണ്ടാവുക? ആർക്കറിയാത്തത്? അഡോൾഫ് ഹിറ്റ്ലർ ഒരു പുസ്തകം എഴുതിയാല് യഹൂദനെ കൊല്ലണം എന്നല്ലാതെ വേറെന്തായാലും ഉണ്ടാവുക? അഡോൾഫ് ഹിറ്റ്ലർ പുസ്തകം എഴുതിയാല് അതിൽ സർഗാത്മകമായിട്ടൊന്നും ഉണ്ടാവൂല, എല്ലാവർക്കും അറിയാം. മറിച്ച് അതിലുണ്ടാവും എന്താ? യഹൂദനെ കൊല്ലണമെന്ന. ഈ രാജ്യത്ത് ഹിന്ദു തീവ്രവാദി രാമനെ പറ്റി എഴുതിയാൽ രാമൻ ഒരു ഭീകരവാദിയെ പോലെ ആയിരിക്കും. ഈ രാജ്യത്ത് മുസ്ലിം തീവ്രവാദി മുഹമ്മദ് നബിയെ പറ്റി എഴുതിയാൽ മുഹമ്മദ് നബി ഒരു ഭീകരവാദിയെ പോലെ ആയിരിക്കും. മനസ്സിലാക്കിക്കൊള്ളണം. അവിടെ നിന്നല്ല വായിക്കേണ്ടത്, രാമനെ വായിക്കേണ്ടത് വാൽമീകി എഴുതിയ രാമായണത്തിൽ നിന്ന് വായിക്കണം. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച രാമന്റെ ദർശനത്തിൽ നിന്ന് വായിക്കണം. നാഥൂറാം ഗോഡ്സെ പഠിപ്പിച്ച ഹെഡ്ഗേവാർ പറഞ്ഞു കൊടുത്ത രാമായണത്തിന്റെ കഥകളിൽ നിന്ന് രാമനെ വായിച്ചാൽ ഗുജറാത്തിന്റെയും മണിപ്പൂരിന്റെയും തെരുവുകളിൽ അപരമതാനുയായികളെ കൊന്നു തള്ളുവാനും ഗർഭിണികളെ ബലാത്സംഗം ചെയ്യുവാനും ഒരു മടിയുണ്ടാവൂല. ആ രാമനെയും ആ മുഹമ്മദ് നബിനെയും നമ്മൾ വായിക്കരുത്. ഒറിജിനൽ സോഴ്സിൽ നിന്ന് വായിക്കണം. നമ്മൾ നോക്ക്, വിശുദ്ധ ഖുർആൻ പറയാ വിശുദ്ധ ഖുർആന്റെ 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദ 91-ാമത്തെ സൂക്തം എഴുതി വെച്ചോ. ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദിയും ഇവിടെയുള്ള ഹിന്ദു തീവ്രവാദിയും ഒന്ന് സമയം കിട്ടുമ്പോ വെറുപ്പും വിദ്വേഷത്തിന്റെയും മെസ്സേജുകൾ ആളുകളിലേക്ക് പ്രസരിപ്പിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ
കറക്കുമേൽ കറ അത് പുരട്ടുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഈ സൂക്തം ഒന്ന് വായിച്ചു നോക്കണം. സൂറത്ത് മാഇദ 5-ാമത്തെ അധ്യായമാണ്, വിശുദ്ധ ഖുർആനിലെ 91-ാമത്തെ സൂക്താണ്. എന്താ അവിടെ പറയുന്നത്? മദ്യം നിഷിദ്ധമാക്കുന്നതിനെ പറ്റിയിട്ടാ. ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെല്ലാം അറിയാലോ, ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെല്ലാം അറിയാലോ, മുസ്ലിമീങ്ങൾക്ക് മദ്യം ഹറാമാണ്, നിഷിദ്ധമാണ്. മുസ്ലിമീങ്ങൾക്ക് മദ്യം ഹറാമാണ്, നിഷിദ്ധമാണ്. എന്തേ ഹറാമായത്? ആൽക്കഹോൾ ഉള്ളതുകൊണ്ടാ. അങ്ങനെ ഇപ്പൊ ചില ഹിന്ദുക്കളും മുസ്ലിങ്ങളും പറഞ്ഞു നടക്കുന്നത് ആൽക്കഹോൾ ഉള്ളതുകൊണ്ടാ. അതുകൊണ്ട് മാത്രമാണോ? അതുകൊണ്ട് മാത്രമാണോ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ മദ്യം നിഷിദ്ധമാക്കിയത്? എന്തിനെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകും അൽ അദാവത വൽ ബഅ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. എന്തുകൊണ്ടാ? മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാച്, ശൈത്താൻ, പിശാച് നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും വളർത്തും. കേട്ടോ? മുസ്ലിമിന് മദ്യം എന്താ ഹറാമായത്? മദ്യപിക്കുന്നതിലൂടെ മനുഷ്യന്മാർക്കിടയിൽ വിദ്വേഷമുണ്ടാകും, അദാവത്തുണ്ടാകും, ശത്രുതയുണ്ടാകും, അവർക്കിടയിൽ വിദ്വേഷമുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു അത് മുസ്ലിമീങ്ങൾക്ക് ഹറാമാക്കി. മുസ്ലിമീങ്ങൾക്ക് എന്താ മദ്യം ഹറാമാക്കിയത്? മുസ്ലിമീങ്ങൾക്ക് എന്താ മദ്യം ഹറാമാക്കിയത്? മുസ്ലിമീങ്ങൾക്ക് മദ്യം ഹറാമാക്കിയത് മനുഷ്യന്മാർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കും. ഏത്? മദ്യം. വേറെയും കാരണങ്ങളുണ്ട്. ഒരു കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാ, മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കും. എന്ത്? മദ്യം, കള്ള്. അതുകൊണ്ട് മദ്യം മുസ്ലിമിന് പാടില്ല. ഇനി തിരിച്ചു ചിന്തിക്ക്, മനുഷ്യർക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കുന്ന ചില സംഘടനകളുണ്ട് ഈ കേരളത്തിൽ. ആ സംഘടനകളിൽ മുസ്ലിമിന് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? നിഷിദ്ധമാണ്. കാരണം എന്താ? മദ്യവും മയക്കുമരുന്നും എന്തിനാ അള്ളാഹു വിരോധിച്ചത്? മനുഷ്യന്മാർക്കിടയിൽ ശത്രുതയും വിദ്വേഷം ഉണ്ടാക്കും. ചില പാർട്ടികളിൽ ചേർന്നാൽ, ചില സംഘടനകളിൽ ചേർന്നാൽ ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിൽ കലാപങ്ങൾ ഉണ്ടാകും. ചില സംഘടനകൾ വളർന്നാൽ ഈ രാജ്യത്ത് വർഗീയ ലഹളകൾ ഉണ്ടാകും. ചില സംഘടനകൾ മുന്നോട്ട് വന്നാൽ ഈ രാജ്യത്ത് മനുഷ്യന്മാർ പരസ്പരം കൊന്നുതീരും. ആ സംഘടന മുസ്ലിമിന് പറ്റുമോ? ഒരു കള്ളു കുടിച്ച ശത്രുത ഉണ്ടാകും, തല്ലുണ്ടാകും, വഴക്കുണ്ടാകും, പരസ്പരം ഉപദ്രവമുണ്ടാകും, തോന്നിവാസം ചെയ്യും. എങ്കിൽ മുസ്ലിമെ, കള്ളു കുടിച്ചാൽ നീ നരകത്തിലാണ്. എങ്കിൽ ഈ വക സംഘടനകളിൽ ചേർന്നാലോ? ഈ വക സംഘടനകളിൽ ചേർന്നാലോ? അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾക്കെല്ലാം പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. സുന്നികൾക്കും മുജാഹിദുകൾക്കിടയിൽ പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്നാൽ അവർക്കിടയിൽ യോജിപ്പുള്ളൊരു വിഷയമുണ്ട്. എന്താണെന്നറിയുമോ? തീവ്രവാദം എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ കേരളത്തിൽ കാലുകുത്തിക്കരുത് എന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും സുന്നി പ്രസ്ഥാനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്. അവിടെ ഐക്യാണ് മുസ്ലിം സംഘടനകൾ. അതുകൊണ്ടാ മുഖ്യധാര മുസ്ലിം സംഘടനകളെ ചീത്ത വിളിച്ചിട്ടാണ് പഴയ നിരോധിക്കപ്പെട്ട തീവ്രവാദ മുസ്ലിം സംഘടനകളുടെ ആളുകളുടെ പ്രൊഫൈലുകളിൽ നിന്ന് വാട്സ്ആപ്പ് മെസ്സേജുകൾ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ അപ്പുറത്ത് ഹിന്ദു തീവ്രവാദി വാട്സ്ആപ്പ് പ്രചരിപ്പിക്കുക. അവന്റെ സന്ദേശത പരസ്പരം വെറുപ്പ്, പരസ്പരം ശത്രുത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം. നിങ്ങൾക്ക് എന്തിനാണോ മതം പറഞ്ഞു നടക്കുന്നത്? നിങ്ങളെ മതം ഇതാണോ? മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമാണോ? മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മതമാണോ? കൊട്ടിക്കളയണോ ആ മതത്തെ? ഈ രാജ്യത്തിന് തമ്മിലടിപ്പിക്കുന്ന മതം വേണ്ടോ? ഈ രാജ്യത്തിന് ഒരുമിപ്പിക്കുന്ന മതം വന്നോ? ഈ രാജ്യത്തിന് ഒരുമിപ്പിക്കുന്ന മതം മതി, തമ്മിലടിപ്പിക്കുന്ന മതങ്ങൾ വേണ്ട. ആരാ തമ്മിലടിപ്പിക്കുന്നത്? രാഷ്ട്രീയക്കാരനാ. ആലോചിക്കും. ഇപ്പോ മതകർമ്മം നടത്തുന്നത് ആരാ? രാഷ്ട്രീയക്കാരനാ. പ്രാണപ്രതിഷ്ഠ ആരാ? രാഷ്ട്രീയക്കാരനാ. ശങ്കരാചാര്യർ പോലുമില്ല. മത നേതാക്കന്മാർ അരികുവൽക്കരിക്കപ്പെടാണ്. രാഷ്ട്രീയക്കാരൻ വന്നിട്ടാ ഇപ്പോ എല്ലാവിധ കാര്യങ്ങൾക്കും മതകാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. അവന്റെ ലക്ഷ്യം എന്താ? ഈ മതങ്ങളെ നശിപ്പിച്ച്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ മുസ്ലിങ്ങൾ കടന്നുപോയ ഒരു അവസ്ഥയുണ്ട്. എന്താ അവസ്ഥ എന്നറിയോ? ലോകത്ത് അൽ ഖായിദ വന്നല്ലോ, അൽ ഖായിദ വന്നു, IS വന്നു, ആഗോള ഭീകരവാദ സംഘടനകൾ വന്നപ്പോ ലോകം മുഴുവൻ ഇസ്ലാമിനെ വെറുത്തു.
ഹിന്ദുക്കൾ മനസ്സിലാക്കിക്കോ, ഞാൻ പറയാണ്, പച്ചയായിട്ട് പറയാണ്, ഈ വാടാനപ്പള്ളിയിൽ ഞാൻ പകലും നടക്കും രാത്രിയും നടക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം, ഞാൻ കൈകെട്ടി നിൽക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. ഇവിടെ ISMന്റെ പ്രവർത്തകന്മാരുണ്ട്, അവരെല്ലാം ഈ വാടാനപ്പള്ളിയുടെ തെരുവുകളിൽ രാവും പകലും നടക്കുന്നവരാ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോ, ഞങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. ഞങ്ങൾക്കിത് പറയണം, ഞങ്ങൾക്കിത് വിളിച്ചു പറയണം, ഞങ്ങൾക്കിത് സമൂഹത്തോട് പ്രഖ്യാപിക്കണം, അത്രയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചത്താൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മനസ്സിലാക്കിക്കോ, മനുഷ്യരെ തമ്മിലടിപ്പിച്ച വർഗീയവാദികൾ, അവർക്കെതിരെ ഒന്ന് പറഞ്ഞിട്ട് മരിക്കാം, അത്ര ഞങ്ങൾക്കുള്ളൂ. മനസ്സിലായോ? അത്ര ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് പറയാ, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കിക്കോ, അന്ന് ആഗോള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വന്നപ്പോ ലോകം മുഴുവൻ മുസ്ലിങ്ങളെ ഭീകരവാദികളായി തെറ്റിദ്ധരിച്ചു. മുസ്ലിങ്ങളൊക്കെ എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ബോംബാണെന്ന് വിചാരിച്ചു. മുസ്ലിങ്ങൾക്ക് യൂറോപ്പിലേക്ക് കടക്കാൻ അവകാശം കിട്ടാത്ത രാജ്യങ്ങളും നിയമവ്യവസ്ഥകളുണ്ടായി. എന്നിട്ടോ എത്ര കാലം പണിയെടുത്തു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തു, പ്രവാചകന്റെ ചര്യ പറഞ്ഞു കൊടുത്തു. ലോകം മുഴുവൻ മുസ്ലിം സംഘടനകൾ, മുസ്ലിം നേതാക്കന്മാർ, മുസ്ലിം പ്രബോധകന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം സ്കോളേഴ്സുകൾ രാവും പകലും ഇറങ്ങി ഈ തെറ്റിദ്ധാരണ നീക്കാൻ പണിയെടുത്തു. ഒരു 50% ഇപ്പോഴും നീങ്ങിയിട്ടുള്ളൂ. ബാക്കി 50%ന്റെയും വിചാരം എന്താ അറിയോ? ഇസ്ലാമിനെ പേടിയാണ്, വെറുപ്പാണ്. ഇസ്ലാമോഫോബിയ തന്നെ ഉണ്ടായി, ഒരു അസുഖമായി മാറി. യൂറോപ്പിലൊക്കെ അതൊക്കെ ഒരു അസുഖമായി. മനുഷ്യന്റെ മനസ്സിൽ മരണഭയം പോലെ ഇസ്ലാമിനെ കേൾക്കുമ്പോൾ പേടിയായി. ഹിന്ദുത്വത്തിനും വരാനുള്ളത് അതാണ്. മനസ്സിലാക്കിക്കോ, ഈ രാജ്യത്തെ ഹിന്ദു മതത്തിനും വരാനുള്ളത് അതാണ്. ഞങ്ങൾക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ പറയാണ്, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ RSSകാരന്റെ കയ്യിൽ മതം പറയാനുള്ള മൈക്ക് കൊടുത്താൽ ഹിന്ദു മതത്തെ വെറുക്കുന്ന, ഭയക്കുന്ന, അറക്കുന്ന സാമൂഹിക സാഹചര്യം അവന്മാര് സൃഷ്ടിച്ചു തരും. മനസ്സിലാക്കിക്കോ, അവന്മാര് സൃഷ്ടിച്ചു തരും. കാരണം എന്താ? അവർക്ക് വെറുപ്പും വിദ്വേഷവുമല്ലാതെ വേറെ ഒന്നും പറയാൻ അറിയില്ല. അവർക്ക് ശത്രുതയല്ലാതെ വേറെ ഒന്നും പറയാൻ അറിയില്ല. സ്നേഹത്തെ പറ്റി പറയാൻ അറിയില്ല, ഗാന്ധിയെ പറ്റി പറയാൻ അറിയില്ല. ഗാന്ധിയെ പറ്റി പറയാത്ത ഇന്ത്യക്കാരൻ എത്ര നന്ദി കെട്ടവനാണോ? ഗോഡ്സെയെ പറ്റി പറയാൻ നാവ് പൊന്തുന്നവർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഗോഡ്സെയെ പറ്റി പറയാൻ നാവ് പൊന്തുന്നവർ, അവരോട് ISMന് പുച്ഛമാണ്. ഗാന്ധിയെ പറ്റി പറയണം, ഗാന്ധി ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഗാന്ധിയാണ് ഇന്ത്യയുടെ ആത്മാവ് തിരിച്ചറിഞ്ഞ മഹാൻ. നോക്കൂ, ഐൻസ്റ്റീൻ ഗാന്ധിയെ പറ്റി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്നത് അത്ഭുതകരമാണ്. അടുത്ത തലമുറയ്ക്ക് അത്ഭുതകരമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്, RSSകാരന്റെ ഹിന്ദു വർഗീയവാദിയുടെ കയ്യിൽ നിങ്ങൾ ഹിന്ദു മതത്തെ കൊടുത്താൽ തെരുവോരങ്ങളിൽ പശുവിന്റെ പേര് പറഞ്ഞ് തല്ലിക്കൊന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കണക്കെടുക്കൂ. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളെ കൊന്ന മതത്തിന്റെ പേരെന്താ? ഏതാ? ഇസ്ലാമാ? ഇന്ത്യയിൽ ഏറ്റവും അധികം ആളെ കൊന്നവരുടെ മതമേതാ? ഇന്ത്യയിൽ ഏറ്റവും അധികം വർഗീയ കലാപമുണ്ടാക്കിയവന്റെ മതമേതാ? ഇന്ത്യയിൽ ഏറ്റവും അധികം ബോംബ് സ്ഫോടനം നടത്തിയവന്റെ മതമേതാ? ഹിന്ദു എന്ന. മനസ്സിലാക്കിക്കോ, ഹിന്ദു എന്ന. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അക്രമികളാണോ? അല്ല. പിന്നെ ആരാ ഇത് ചെയ്യുന്നത്? ന്യൂനപക്ഷമായ കേരളത്തിലെ അടക്കം ന്യൂനപക്ഷമായ വർഗീയവാദികൾ. ന്യൂനപക്ഷമാണ് ഇപ്പോൾ അവര്. BJPന്റെ വോട്ട് രേഖ എടുത്താല് നിങ്ങൾ വിചാരിച്ചോ, ഇന്ത്യയിലെ 35% വോട്ട് അവിടെ പോയി. ആ 35-20% വേറെ പ്രതീക്ഷകളോടെ വോട്ട് ചെയ്തവരാ. ഇന്ത്യയെ സംബന്ധിച്ച് മോദി വന്നാൽ ഇന്ത്യ അങ്ങനെ സ്വർഗരാജ്യമാകുമെന്ന് സ്വപ്നം കണ്ട് വോട്ട് ചെയ്തവരാ. ബാക്കി 15% ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദിയുള്ളൂ. 15%. ബാക്കി 85% ഹിന്ദുക്കളും മുസ്ലിമുകളോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരാണ്. തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരാണ്. അതില് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുക. മുസ്ലിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ മുസ്ലിങ്ങളെ പറ്റിയിട്ട് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ പറ്റിയിട്ട് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അവരാണ് നമ്മുടെ ശക്തി,
അവരോടൊപ്പം ചേർന്ന് നിന്നാലാണ് നമുക്ക് ഈ രാജ്യത്തെ അന്തസ്സുള്ള പൗരന്മാരായി ജീവിക്കാൻ പറ്റുക. ഈ തീവ്രവാദികളോടൊപ്പമാണോ? ഈ മുസ്ലിം തീവ്രവാദികളോടൊപ്പമാണോ? എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ, അഫ്ഗാനിലെയും ലിബിയയിലെയും സിറിയയിലെയും ലബനാനിലെയും മുസ്ലിങ്ങളുടെ ഗതി ഈ രാജ്യത്തെ മുസ്ലിം തീവ്രവാദി മുസ്ലിങ്ങൾക്ക് സമ്മാനിക്കും. മനസ്സിലാക്കിക്കോ, മുസ്ലിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മൾ ചേർന്ന് നിൽക്കണം. ആരോടൊപ്പം? ഈ രാജ്യത്തുള്ള ഹിന്ദുവിനോടൊപ്പം, ഈ രാജ്യത്തുള്ള ക്രൈസ്തവനോടൊപ്പം. അതാണ് മതനിരപേക്ഷ പക്ഷം എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഗ്യാൻവാപ്പി മസ്ജിദ് ഇതിനെ നമ്മൾ പ്രതിരോധിക്കണം. നമുക്ക് പ്രതിരോധിക്കണം. പക്ഷേ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റേജിൽ കോൺഗ്രസ്സുകാരനുണ്ടാവണം, നമ്മുടെ സ്റ്റേജിൽ CPM-കാരനുണ്ടാവണം, നമ്മുടെ സ്റ്റേജിൽ CPI-കാരനുണ്ടാവണം, നമ്മുടെ സ്റ്റേജിൽ പിന്നെ ജനതാദളിന്റെ ആളുണ്ടാകണം, നമ്മുടെ സ്റ്റേജിൽ ലീഗുകാരുണ്ടാകണം, നമ്മുടെ സ്റ്റേജിൽ മതനിരപേക്ഷ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല രാഷ്ട്രീയ പാർട്ടികളും സകല സാമുദായിക സംഘടനകളും സകല സാംസ്കാരിക സംഘടനകളും നമ്മുടെ സ്റ്റേജുകളിൽ ഉണ്ടാകണം. നമ്മൾക്കൊന്നാകണം. ഗാന്ധി വിളിച്ച പോലെ ഇന്ത്യൻ ജനതയെ ഗാന്ധി വിളിച്ചു. വരൂ മുസ്ലിമേ, വരൂ ഹിന്ദുവേ, വരൂ ക്രിസ്ത്യാനിയെ, ഒന്നിച്ചു നിൽക്കാം ഒരൊറ്റ മനുഷ്യനെ പോലെ. ആ ഗാന്ധിയുടെ വിളി ഈ കാലഘട്ടത്തിൽ കേൾക്കണം. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗാന്ധി വിളിച്ചെങ്കിൽ ഈ നോർത്ത് ഇന്ത്യ കമ്പനിക്കെതിരെ ഇതാ നമ്മൾ ഗാന്ധിയായി മാറണമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ISM-ന്റെ ഈ മഹത്തായ സംരംഭം കേട്ട, ഇതിന് ആശംസകൾ അർപ്പിച്ച, ഇതിനോട് സഹകരിച്ച എല്ലാ ആളുകളോടും ISM വാടാനപ്പള്ളി യൂണിറ്റിനും ISM തൃശൂർ ജില്ലാ കമ്മിറ്റിക്കും വേണ്ടി പ്രത്യേകമായ നന്ദി കൂടി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ.